എങ്ങനെ നോക്കിയാലും കാണൂല. കാരണം നബി തങ്ങൾ കുപ്പായിടാതിരിക്കൂല, എപ്പോഴും ഷർട്ട് ധരിക്കും. കീറിയ ബനിയാനല്ല എന്ന്, നല്ല കുപ്പായം നമ്മൾ ഇടും. കീറിയ ബനിയാനുണ്ട്, കീറിയ ബനിയാനൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അത് മനുഷ്യൻ വളരെ മോശമായി പോകും. അത് ഇനി ഉള്ളിലാണെങ്കിലും ഇടാൻ പാടില്ല. കുപ്പായത്തിൻ്റെ ഉള്ളിലല്ലേ എന്ന് കരുതിയിട്ട് ഇടാൻ പാടില്ല കീറിയ ബനിയാൻ. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കായിരുന്നു. ഇപ്പോൾ ഒരു ബനിയൻ വാങ്ങാൻ മാത്രം കായില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം, ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം. കീറിയ ബനിയനൊന്നും ആരും ഇടരുത് എന്നുള്ളതാണ് സംഗതി. നല്ല ബനിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനിയനല്ല കുപ്പായിടാത്ത സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. കുറെ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടു. എല്ലാവരും ജനാസ സംസ്കാരത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഖബറിളക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ എല്ലാവരും ഉണ്ട്. നബിതങ്ങളും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എന്തായാലും കാണുമല്ലോ എന്ന് കരുതി സൽമാൻ. പക്ഷെ അവിടുന്ന് കണ്ടില്ല. ഖബറിളക്കാനൊക്കെ നബിതങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ ഈ സൈഡിൽ വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും, പിന്നെ ആ സൈഡിൽ ചെന്നുകാണ്ട് ഇവിടുക്കൊന്നിങ്ങനെ നോക്കും. അങ്ങനെ നാലോ ഭാഗത്തും നോക്കി. മയ്യത്ത് മറവ് ചെയ്യൽ കഴിഞ്ഞു, എല്ലാവരും പോകലൊടങ്ങി. പക്ഷെ കണ്ടില്ല. എല്ലാവരും പോയി തുടങ്ങിയപ്പോ നബി തങ്ങൾ വിളിച്ചു, സൽമാനല്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, ഇവിടെ വാർ. എന്നിട്ട് കുപ്പായത്തിന്റെ കുടുക്ക് വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നോക്കണ സംഭവം എന്ന് ചോദിച്ചപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ഇത് പറഞ്ഞേ ഞാൻ എന്തിനാ വെച്ചാല് നബി തങ്ങൾ കുപ്പായിടാതിരിക്കൽ പതിവുണ്ടായിരുന്നില്ല. അത്രയും ലജ്ജയായിരുന്നു, മടിയാണ് ശരീരം ആരെങ്കിലും കാണുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും ഔറത്താരും കണ്ടിട്ടില്ല. 5-ാം വയസ്സിൽ 6-ാം വയസ്സിൽ പോലും നബി തങ്ങളുടെ ഔറത്താരും കണ്ടിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞിട്ട് വാർഡുക്ക് മത്സരിക്കാൻ വേണ്ടി ഈ 5 കൊല്ലം ആണെങ്കിൽ നോണ അറിയാതെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കാം. പള്ളിക്കൊക്കെ പോയി കണ്ട് ഉഷാറായിട്ട് അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. 40 കൊല്ലം കഴിഞ്ഞിട്ട് നബിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 5-ാമത്തെ വയസ്സിൽ നോണ അറിയാതിരിക്കാൻ ഏതായാലും കഴിയൂല. കുപ്പായ ഒഴിവാക്കാതിരിക്കാനും കഴിയൂല. അതന്നെയാണ് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് കയറലാണ് ഈമാന്. മുഹമ്മദീയത്ത് ഉള്ളിക്ക് കയറുന്നതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈമാന്റെ ശാഖകൾ ജീവിതത്തിൽ വേണം. ഒന്നാമത്തേത് ഹയാ ആണ്, ലജ്ജയാണ്, മടി. മടിയാണ് ലജ്ജ. എന്നാ വേറൊരു കാര്യം, ലജ്ജ എന്ന ഹയാഇനെ ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് പരിശുദ്ധമായ ഇലാഹിയായ മതം മാത്രമാകുന്നു. ലോകത്തെ ഏതെങ്കിലും ഒരു മതം ലോകത്തെ ഏതെങ്കിലും ഒരു മതം ലജ്ജയെ ഈമാന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് ഇലാഹിയായ മതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ലജ്ജ വേണം എന്നത് മാപ്പിളാർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. നമുക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. സംഗതി വശാൽ തീരെ ലജ്ജ ഇല്ലാത്തവരായിട്ട് നമ്മളപ്പം മാറിയിട്ടുള്ളത്. വേണമെന്ന് പറഞ്ഞതാണല്ലോ തീരെ ഇല്ലാതിരിക്കുക. അങ്ങനെയാണ് ആയി മാറിയത്. അതുകൊണ്ട് ഈമാൻ മടങ്ങി വരണോ? ആദ്യമായി ഈമാന്റെ 1-ാമത്തെ ശാഖയായി എണ്ണിയ ഹയാ എന്ന പേരായ ലജ്ജ മടങ്ങി വരണം, തിരിച്ചു വരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയണത്, ആണുങ്ങളെയും ഉദ്ദേശിച്ചാണ്. ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളെയും ഉദ്ദേശിച്ചാകുന്നു. 2 കൂട്ടർക്കും ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങൾക്കനുസരിച്ചുള്ള ലജ്ജ വേണം, പെണ്ണുങ്ങൾക്കനുസരിച്ചുള്ള ലജ്ജ വേണം. ഉച്ചക്ക് ചോറ് കഴിച്ചങ്ങാണ്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ചു. ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി. എങ്ങനെ ഇപ്പൊ ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് തോന്നണമെന്ന്. അത് പെണ്ണുങ്ങൾക്കല്ലല്ലോ, അത് ആണുങ്ങൾക്കാണല്ലോ. ലജ്ജ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും അന്ന് പെണ്ണുങ്ങൾക്കുള്ള വയതാണ് എന്നല്ല, അന്ന് ആണുങ്ങൾക്കുള്ള വയതാണ്. പെണ്ണൊക്കെ ഞാൻ അടുത്ത വരവിലേറ്റ പറഞ്ഞുകൊണ്ട് എങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കിന് ഇരിക്കുമ്പോൾ ഒരു ബക്കറ്റ് ഇങ്ങനെ മുന്നിൽ കൂടി വരുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു തോന്നല് വേണമെന്ന്. ഇതാണ് ഈ ഹയാ എന്ന് പറഞ്ഞ സാധനം. ഇല്ല, ലജ്ജ ഇല്ലാത്തവനോ ഒന്നും കാണാത്തമായിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ എന്താ, ഓനൊരു കൂസലും ഇല്ലല്ലോ. കൂസല് വേണമെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം.
അത് ഈമാന്റെ ഭാഗമാകുന്നു. അതാണ് ഈ പറഞ്ഞത്. ഒരാള് ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറാഹത്താണ്, ചെയ്യൽ സുന്നത്താണ്, അല്ലെങ്കിൽ ജായിസാണ്. ചുരുങ്ങിയത് ഹലാലാണ്, സുന്നത്താന്ന് അഭിപ്രായമുണ്ട്. ജിമാ ചെയ്യൽ സുന്നത്താണ്. അതേ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറാഹത്തായി. ഇണ ചേർന്ന രൂപം പറഞ്ഞാൽ ഹറാമായി. ഭാര്യനെയാണ് ഈ പറയണത്, അല്ലാതെ നാട്ടുകാരല്ല. ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് അസറസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ചിരിക്കുമ്പോ ഇന്നലെ രാത്രി ഉണ്ടായി എന്ന് പറഞ്ഞാൽ കറാഹത്തായി. അതിന്റെ രൂപം പറഞ്ഞാൽ ഹറാമുമാവും. അതാണ് ലജ്ജ എന്ന് പറഞ്ഞ സാധനം. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാന്റെ ദുന്യാവെന്നോട്ട് മനസ്സിലാവൂല്ല കേട്ടോ. ലവുമാണല്ലോ പറയാം. ഈ ലജ്ജ എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല. അത് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല. ചോറയിക്കാൻ വേണ്ടി എല്ലാവരും വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലാതെ വാരി വലിച്ച് അവിടുന്നും ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ ഒരു മടി തോന്നണതിന്റെ പേരാണ് ഈ ലജ്ജ എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ സംഗതി പള്ളൊക്കെ എന്നറിയും, കുമ്പ ഊർക്കും. പക്ഷെ ഈമാൻ പോവും. ഈമാന്റെ ഒന്നാമത്തെ അടയാളം ഹയാനാണ്, ലജ്ജയാണ്. ഇങ്ങനെ ഈമാനുമ്മ കുറേ സാധനം കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൃത്തി ഈമാന്റെ ഭാഗമാണ്. നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പഠിപ്പിക്കേണ്ടത് ഒന്ന്, ശരീരം ഭംഗിയാക്കാൻ പഠിപ്പിക്കുക. ശരീരം ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. കുട്ടികൾക്ക് നമ്മൾ 3 ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരത്തിന്റെ പരിപാലനം, 2 ബുദ്ധിയുടെ പരിപാലനം, 3 ഇൽമിന്റെ പരിപാലനം, 4 ഈമാന്റെ പരിപാലനം, 5 അഭിമാനത്തിന്റെ പരിപാലനം, 6 സമ്പത്തിന്റെ പരിപാലനം. 6 പരിപാലനങ്ങളാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ശരീരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1, വിശക്കണേന് ഭക്ഷണം കൊടുക്കുക. 2, രോഗമുണ്ടായാൽ ചികിത്സിക്കുക. 3, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുക, വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കുക. പിരാന്തന്മാർക്കും അതന്നെ വേണ്ടുള്ളൂ. പിരാന്തന്മാർക്ക് ആകെ 3 കാര്യം ചെയ്തു കൊടുക്കേണ്ടുള്ളൂ. 1, വിശക്കണേന് ഭക്ഷണം കൊടുക്കുക. 2, രോഗങ്ങൾ എന്താ ഉള്ളത് വെച്ചാൽ അതിന് മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുക. 3, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക. കുട്ടികൾക്കും അതന്നെ വേണ്ടുള്ളൂ. 1, വിശക്കണേന് ഭക്ഷണം കൊടുക്കുക. 2, അസുഖത്തിന് മരുന്ന് കൊടുക്കുക. 3, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുക. വയസ്സന്മാർക്കും അതന്നെ വേണ്ടുള്ളൂ. ദണ്ണത്തെ കിടക്കേണ്ട വല്ലിപ്പ 3 കാര്യമേ വേണ്ടുള്ളൂ. 1, വിശക്കണേന് ഭക്ഷണം കൊടുക്കുക. 2, രോഗത്തിന് മരുന്ന് കൊടുക്കുക. 3, വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് വൃത്തിയെ നന്നായി. എന്താ കാരണം? വൃത്തി ഈമാന്റെ ഭാഗമാണ്. അന്നദാഫത്തു മിനൽ ഈമാൻ ഹബീബുനാ റസൂലുള്ളാഹി. വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളാണ് വൃത്തിയാക്കൽ ഇഷ്ടമുണ്ടായിരിക്കൂല എന്നുള്ളത്. ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. കൂട്ടത്തിൽ പറയാം, മദ്യം മയക്കുമരുന്ന് ലോകത്തെ പിടിച്ചു വിഴുങ്ങാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പരിഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലായിടത്തും ഉണ്ട് വ്യാപകമായി. എന്താ നമ്മൾ വേണ്ടത്? 3 കാര്യങ്ങളാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടത്. 3 കാര്യങ്ങൾ. 1, ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, അടയാളങ്ങളെ ശ്രദ്ധിക്കുക. ഉമ്മാര്, വാപ്പാര് എല്ലാവരും അവനാന്റെ കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ഓരോന്നിനും ഓരോ അടയാളമാണ്, ഒന്നിച്ച് പറയാൻ കഴിയൂല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ശരീരം മെല്ലിച്ചു വരിക, തടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ലഹരിയുടെ അടയാളമാണ്. ഒഴിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുക, ലഹരിയുടെ അടയാളമാണ്. ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക, ലഹരിയുടെ അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ലഹരിയുടെ അടയാളമാണ്. 100 രൂപയിൽ താഴെയുള്ള 50 രൂപ, 20 രൂപ, 10 രൂപ പോലത്തെ ചെറിയ പൈസ കാണാതാകുക, പെരേന്ന് ലഹരിയുടെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്.
വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. രാത്രി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരുന്നത് ലഹരിയുടെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നത് ലഹരിയുടെ അടയാളമാണ്. റൂം വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ റൂമിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ്. അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം കാണിക്കുക എന്നത് ലഹരിയുടെ അടയാളമാണ്. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ ദേഷ്യം. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു. ഇളയമാന്റെ മകളെ കെട്ടിച്ചോടുത്ത് ഇടക്കിടക്ക് പോകുന്നു. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് ലഹരിയുടെ അടയാളമാണ്. രാത്രി ഉറക്കം കുറയുന്നത്, അമിതമായ ഉറക്കം കുറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. പാൻറ് തിരുമ്പുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നുവെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 3 കാര്യമാണ് വേണ്ടത്. ആദ്യം വേണ്ടത് അടയാളം ശ്രദ്ധിക്കുക. രണ്ടാമത് വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ലഹരി എന്നത്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചികിത്സിച്ചാൽ മാറും. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറിയേക്കാം, പക്ഷെ അധികവും മാറാൻ സാധ്യതയില്ല. പണ്ടത്തെ കള്ളുടിയൊക്കെ ആണെങ്കിലും മാറുമായിരുന്നു. പണ്ടത്തെ ലക്ഷണങ്ങളും അങ്ങനെയാണെന്നാ. പണ്ടൊക്കെ കള്ളുടിച്ചാൽ ഇങ്ങനെ WWW അങ്ങനെയാണ് വരിക. ഇപ്പൊ കള്ളുടിച്ച ആടൂല. ആ പണ്ടത്തെ സാധനം ആരെങ്കിലും പോയി കുടിച്ചെങ്കിൽ ആടിയെങ്കിലേ ഉള്ളൂ. വില കൂടിയതിനൊന്നും ആട്ടല്ല, ആട്ടം നിർത്തി. പണ്ടൊക്കെ കള്ളുടിച്ചാല് കണ്ണുക്ക് നോക്കിയാൽ ചോന്ന കളർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കണ്ണിലൊറ്റിക്കണ മരുന്ന് അതിൻ്റെ ഒപ്പം കിട്ടും. അങ്ങനെയാണ്. പണ്ടൊക്കെ കള്ളുടിച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ ഒരു വാസന ഉണ്ടാവും. ഇപ്പൊ വാസന ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം തൊള്ളയിലോട്ടുള്ള ഒരു പാക്കും കൂടിയും കൊടുക്കും. ഊതിൻ്റെ ഒക്കെ വാസന ഇക്കാരം. കള്ളുടിച്ച് വരുന്ന ആളെ കണ്ട ചിലപ്പം ദുബായിൽ നിന്ന് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുന്നു. ഊതിൻ്റെ ഒക്കെ വാസനയുള്ള പാക്ക് എന്നിട്ട്. അപ്പൊ ആ അടയാളമൊന്നും നടക്കൂല. പഴയ അടയാളമൊന്നും ഇപ്പൊ ഇല്ല. പുതിയ അടയാളങ്ങളാണ്. ഇനിയും മാറും. ഇപ്പൊ നിലവിലുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ ഒന്നാമത് അടയാളം നോക്കുക. രണ്ടാമത് ചികിത്സിക്കുക. അഡിക്ഷനെ ചികിത്സിക്കുക. എല്ലാ അഡിക്ഷനുകളും മാറുന്നതാണ്. ഇനിയിപ്പോ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ വേറെ ഉണ്ട് കേട്ടോ. ലഹരി ഒന്നല്ല വലിയ അഡിക്ഷൻ. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. ലഹരിയേക്കാൾ വലിയ അഡിക്ഷനാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അതിൻ്റെ താഴെ ഉള്ളൂ. ശരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ അഡിക്ഷനായി കണക്കാക്കപ്പെട്ടുള്ളത് ഗെയിമാണ്. അതിൻ്റെ താഴെയാണ് ലഹരി ഉള്ളത്. എല്ലാവർക്കും ഉള്ളൊരു അഡിക്ഷൻ ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുക പറഞ്ഞാണ്ട് ആ വണ്ടീൻ്റെ എടുക്കുക, അങ്ങോട്ട് ഉന്തിയിട്ട് കാണുന്നതൊക്കെ വലിച്ചിടുക. അവസാനം കീശയിലുള്ള കായൊക്കെ കടന്നിട്ട് കഴിഞ്ഞപ്പോൾ ATM കാർഡ് കൊടുക്കുക. അഡിക്ഷനാണ് സാധനം. സൂപ്പർ മാർക്കറ്റിലേക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് എന്തൊക്കെ വാങ്ങേണ്ടതെന്നുള്ളതിൽ തീരുമാനം വേണം. അങ്ങനെ ചെന്നതിൻ്റെ ശേഷം നമ്മൾ വാങ്ങാൻ ചെന്ന സാധനങ്ങൾ വാങ്ങുക, അതിൻ്റെ ബില്ലടച്ചങ്ങാണ്ട് പോരുക. അല്ലാത്തത് അഡിക്ഷനാണ്. ശരിക്കും കണ്ടാൽ വാങ്ങാൻ തോന്നുക എന്നുള്ളത് അതും ഒരു അഡിക്ഷനാണ്. പക്ഷെ നോർമലാണ്. വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. കായ് കുറച്ചാണ്ട് പോകുന്നേ ഉള്ളൂ, ഒന്നും സംഭവിക്കൊന്നുമില്ല. അതേ സമയത്ത് ഗെയിം അഡിക്ഷൻ അങ്ങനെയല്ല. ഗെയിം അഡിക്ഷൻ ജീവൻ കളി. മറ്റൊന്നാണ് ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അഡിക്ഷൻ ചികിത്സിച്ചാൽ മാറും. അപ്പോൾ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ്. രണ്ടാമത്തേത് ചികിത്സിക്കലാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. എവിടെ നിന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. കാരണം ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികതയാണ്. അത് മടങ്ങി വരും. അതുകൊണ്ട് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ശരി, ഉടച്ചോനെ റബ്ബേ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ശരി, ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ശരി, ഏത് സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നാലും ശരി, എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. പറഞ്ഞയച്ചാൽ രണ്ടാമത് പിടികൂടും. ലഹരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരാൾ കള്ളുടിച്ചിരുന്ന ആൾ മുസ്ലിമായി എന്ന് വിചാരിക്കാം.
4 കൊല്ലം കഴിഞ്ഞ് കള്ളുഷാപ്പിൻ്റെ അടുത്ത് എത്തിയാലും ഓന് പിന്നെയും കുടിച്ചാൽ തോന്നും. വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല എന്നാണ്. സ്വഭാവം തലമുറകൾ മാറിയാലേ മാറുള്ളൂ. അവർ സ്വഭാവം വന്നു പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റണം. സാഹചര്യം പഴയത് തന്നെയാണെങ്കിൽ പഴയതിലേക്ക് മടങ്ങും. അത് ഞാൻ 10,000 ഉറുപ്പ്യൻ്റെ ഗുളി കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. 8 ദിവസം ഓനെ അഡ്മിറ്റാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പഴയ സാഹചര്യത്തിലേക്ക് മടങ്ങിയാൽ പഴയതുപോലെ കുടിയനാവും. അപ്പൊ കൂട്ടത്ത് പറഞ്ഞതാണ് നദാഫത്ത് പറഞ്ഞതാണ്, വൃത്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല. കുളിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ബാത്റൂം പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, മൂത്രമൊഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. കക്കൂസ് പോകാനൊക്കെ മുട്ടിയാലോ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. അവന് പോകാൻ തോന്നൂല. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. അഡിക്ഷനാണ് സാധനം. അപ്പൊ വൃത്തി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. വസ്വാസ് പഠിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞ കേട്ടോ. വൃത്തി ഉണ്ടാക്കിങ്ങാണ്ട് അവസാനം ടാങ്കിത്തെ വെള്ളം മുഴുവൻ തീർക്കാനൊന്നും പറ്റൂല. വസ്വാസ് വേറെയും വൃത്തി വേറെയാണ്. വസ്വാസ് ശൈത്താനിയത്താണ്, വൃത്തി ഈമാനാണ്. ഒന്ന് രാവുമാണ്, ഒന്ന് പകലുമാണ്, ഒന്ന് വടക്കോട്ടുമാണ്, ഒന്ന് തെക്കോട്ടുമാണ്. വസ്വാസ് എന്നുള്ളത് ശൈത്താനിയത്താണ്. കഴുകിങ്ങാണ്ട് ടാങ്കിത്തെ വെള്ളം മുഴുവൻ തീർക്കുക എന്നുള്ളതാണ് വസ്വാസ്. അത് അനുവദിക്കപ്പെട്ടതല്ല. അത് വടക്കോട്ടുമാണ്, മറ്റേ തെക്കോട്ടുമാണ്. ഒന്ന് ഇലാഹിയത്തും മറ്റൊന്ന് ശൈത്താനിയത്തുമാണ്. അപ്പൊ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. വസ്വാസികർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാവും. ടാങ്കിത്തെ വെള്ളമൊക്കെ കഴിച്ചാണ്ട് അത് വൃത്തിയാക്കിയതാണെന്ന് പറയും. അത് വൃത്തിയാക്കിയതല്ല, വസ്വാസം. വൃത്തി എത്ര വേണ്ടത്? വൃത്തി പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത്രയേ വേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് വേണ്ടതില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടല്ല ഞാൻ പറയണേ. ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പം പറ്റുമോ? എന്താ പറ്റായി? വൃത്തി ഉണ്ടാവൂലെന്നോ? അപ്പോ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പ് വേണം. അപ്പോ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പ് വേണം. ഉറപ്പ് വേണം. ആഹാ, അത് ശരി. അപ്പൊ ഇവിടെ കേൾക്കേണ്ടി വരും ഏതായാലും അല്ലേ? പിന്നെ വൃത്തി ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ നേസാണെന്നല്ലേ അതിന്റെ അർത്ഥം. സത്യത്തിൽ വൃത്തിക്കാൻ നജസിനെ ഉറപ്പ് വേണ്ടേ? വൃത്തിക്കാൻ നജസിനെ ഉറപ്പ് വേണ്ടേ? നജസിനല്ല ഉറപ്പ് വേണ്ടേ? അപ്പൊ വൃത്തിക്ക് ഉറപ്പ് വേണ്ടല്ലോ. ഈ സാധനം നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നാണോ, വൃത്തിയാണെന്ന് ഉറപ്പായാൽ ഉപയോഗിക്കാം എന്നാണോ നിയമം? ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്ന് സംശയം ഉണ്ടാവുള്ളൂ. ഏതാ നിയമം? ഇത് നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണമെന്നല്ലേ നിയമം. നജസാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം എന്താണ്? ശുദ്ധിയുള്ളതാണ്. അപ്പൊ അവിടെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. എത്ര കാലം പറ്റും? നജസാണ് എന്ന് ഉറപ്പ് വരാത്ത കാലത്തോളം പറ്റും. നമ്മൾ നേരെ ഓപ്പോസിറ്റാ മനസ്സിലാക്കിയിട്ടുള്ളത്. ത്വഹാറത്തിനല്ല ഉറപ്പ് വേണ്ടത്, നജസിനാണ് ഉറപ്പ് വേണ്ടത്. ശുദ്ധിക്ക് ഉറപ്പ് ആവശ്യമില്ല. നജസാണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ സ്ഥലവും ശുദ്ധിയുള്ളതാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ഞാൻ ഇന്ത്യൻ പുറമെ 66 നജസുകൾ വിട്ടുവീഴ്ചയുണ്ട് എന്ന് എല്ലാ ഫിഖിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്.